ശരീരവലുപ്പം കൊണ്ട് ഒരുപക്ഷെ അല്പം ചെറുതായിരിക്കാം. പക്ഷേ തൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇന്ത്യൻ പരിശീലക കുപ്പായത്തിലെ ആൽഫ മെയിൽ സങ്കല്പങ്ങളുടെ ആ ഒരു അപ്പെക്സ് പ്രതിരൂപമായിട്ട് നമുക്ക് ഗൗതം ഗംഭീറിനെ ചേർത്ത് വെക്കാം. കാരണം ദ്രാവിഡിനെ ഒരിക്കലും ഞാൻ വില കുറച്ച് പറയുന്നതല്ല. ദ്രാവിഡിനെ പോലെ പരാതികൾ പേപ്പറിൽ എഴുതി തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പരിശീലകനല്ല ഗൗതം ഗംഭീർ. തൻ്റെ ടീമിൻ്റെ ആത്മാഭിമാനത്തിന് എവിടെയെങ്കിലും ഒരു ഇടിവ് തട്ടിയാൽ അത് ഏത് മേഖലയിലായാലും ഏത് സാഹചര്യത്തിലായാലും നെഞ്ചി വിരിച്ചതിനെ തടുക്കാനും പ്രതിരോധിക്കുവാനും ആക്രമിക്കാനും മുന്നിൽ നിൽക്കുന്ന ഒരു പരിശീലകൻ തന്നെയാണ് ഗൗതം ഗംഭീർ. അത് ക്യാപ്റ്റനായിരിക്കുമ്പോഴും കോച്ചായിരിക്കുമ്പോഴും താരമായിരിക്കുമ്പോഴും എല്ലാം ഗൗതം ഗംഭീറിൻ്റെ ചോരത്തിളപ്പ്, ദാറ്റ് ഇന്ത്യൻ പ്രൈഡ് എപ്പോഴും നമ്മളെ അഭിമാനത്തോടു കൂടിയാണ് നിർത്തിയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ കണ്ടതാണ് അവസാനത്തെ ഓവൽ ടെസ്റ്റിന് മുന്നോടിയായിട്ട് പിച്ചിൻ്റെ പരിശോധനയിൽ നടന്ന അനീതിക്കെതിരെ ഇപ്പം ദ്രാവിഡോ മറ്റ് പരിശീലകരോ ആയിരുന്നെങ്കിൽ ജസ്റ്റ് പരാതി എഴുതി കൊടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ റിട്ടേൺ കംപ്ലൈൻറ്റ് ലോഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പം തന്നെ കണക്കിന് കൊടുത്തങ്ങ് വിട്ട്. ഞങ്ങൾ ഒരിക്കലും ഡ്രോയ്ക്ക് വേണ്ടി കളിക്കില്ല എന്ന് പറഞ്ഞ സായിപ്പിനെ ചെന്ന് അവരുടെ നാട്ടിൽ ഒരു ഡ്രോ പിടിച്ച് കളിച്ച് വെച്ച് കൊടുത്ത് സമനില തെറ്റിച്ചതിന് ശേഷം ഗൗതം ഗംഭീറും പിള്ളേർ ഇംഗ്ലണ്ടിൽ അഴിഞ്ഞാടുവാണ്. ഓവലിൽ അവസാനത്തെ ടെസ്റ്റിൻ്റെ ഫലം എന്താവുമെന്ന് അറിയില്ല. കാരണം ബൂമറെ പോലെയുള്ളവരില്ല. അതേസമയം ഇംഗ്ലീഷ് സൈഡിൽ നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങളുണ്ട്. ആർച്ചർക്ക് പകരം അറ്റ്കിൻസനെ കളിപ്പിക്കണം എന്നുള്ള ആവശ്യം സ്റ്റുവർട്ട് ബ്രോഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ പിച്ചിൽ എന്തായിരുന്നു ഇഷ്യൂ എന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പിച്ചിൽ എന്തായിരുന്നു ഇഷ്യൂ? ഇവിടെ റോബി കീനും ബ്രണ്ടൻ മക്കല്ലോ ഒക്കെ വന്ന് പിച്ച് വളരെ നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്ത് അവർ പിച്ചിനകത്തൂടെ ഷൂട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടന്ന് അവർക്ക് വേണ്ട തരത്തിലെല്ലാം പരിശോധന നടത്തിയ സമയത്ത് അവർക്ക് വേണ്ടി സ്തുതിപാഠകനായ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഓവലിലെ കെൻസിംഗ്ടൺ ഓവലിനെ എന്താണ് പറയുന്നത് ക്യൂറേറ്റർ ആയിട്ടുള്ള ലീ ഫോർട്ടിസിന് ഇന്ത്യൻ പരിശീലക സംഘത്തിനോടൊരു പ്രത്യേക ചൊരിച്ചില്ല. സീതാൻഷു കോട്ടക്ക് പോയ സമയത്ത് പുള്ളിയോട് പറഞ്ഞത് 2.5 മീറ്റർ അപ്പുറത്ത് നിന്ന് പിച്ച് നോക്കി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അപ്പം ഗംഭീർ അതിനെതിരെ കാര്യമായിട്ട് ഒന്നും വലിയ പ്രതികരണത്തിനൊന്നും നടന്നില്ല. വീണ്ടും മറ്റൊരു പരിശീലനം നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആരും സ്പൈക്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ജോഗർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആ പിച്ചിൻ്റെ സൈഡിൽ കേവലം 10 കിലോയിലധികം മാത്രം ഭാരമുള്ള ഒരു ഐസ് ബോക്സ് വെക്കാൻ സമ്മതിക്കാതിരുന്നതിനെ തുടർന്നിട്ടാണ് ഗൗതം ഗംഭീർ ലീ ഫോർട്ടിസ് എന്ന് പറയുന്ന ക്യൂറേറ്ററുമായിട്ട് ഉടക്കിയത്. ഇപ്പം നേരത്തെ തന്നെ അവിടെ 2.5 മീറ്ററിന് അപ്പുറത്ത് നിന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് ലീ ഫോർട്ടിസ് പറഞ്ഞു. അപ്പം ചെറുതായിട്ടൊന്ന് വലിയ പ്രശ്നത്തിനൊന്നും പോകാതെ നിന്ന് പിന്നെ ഐസ് ബോക്സിൻ്റെ കാര്യം കൂടി വന്ന് പിന്നെ നിങ്ങൾ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പരാതി പറയുമെന്നൊക്കെ പറയാം. നീ വെറും പിച്ചിലെ പണിക്കാരനാണ്, നിനക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്ക്, ഞങ്ങൾ നിനക്കെതിരെ ഒരു പരാതിയും കോപ്പും തരാൻ പോകുന്നില്ല. ആഫ്റ്റർ ഓൾ യു ആർ എ ഗ്രൗണ്ട് സ്റ്റാഫ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. നിന്നെ കൊണ്ടൊരു തേങ്ങാക്കൊല ഉണ്ടാക്കാൻ പറ്റത്തില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അതിപ്പം അവിടെ കയറി നിൽക്കുക, അവിടെ മീൻസ് അവിടെ പക്ഷപാതമാണല്ലോ കാണിച്ചത്. ഇപ്പം ഗംഭീർ കാണിച്ചത് തെറ്റാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കാണിക്കുന്നത് തെറ്റാണോ, പിച്ച് ഇൻവേഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇതേ ക്യൂറേറ്റർ ആയിട്ടുള്ള ലീ ഫോർട്ടിസ് കുനിഞ്ഞു നിന്ന് ബ്രണ്ടൻ മക്കല്ലത്തിനും റോബി കീനും പിച്ചിനകത്ത് കയറി നടന്ന് പരിശോധന നടത്താൻ അനുമതിയുണ്ട്, ഇന്ത്യൻ സ്റ്റാഫിന് മാത്രം പിച്ചിൻ്റെ 2.5 മീറ്റർ പുറത്ത് നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതിനുള്ളിലേക്ക് കടന്നാൽ ഞാൻ പോയി പരാതി പറയും, കംപ്ലൈൻറ്റ് ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറയുമ്പം ഗംഭീർ നീ പോയി നിൻ്റെ വീട്ടിൽ പോയി പണിയടാ, നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീ ഉണ്ടാക്ക് എന്ന് പറഞ്ഞ് ശകാരിച്ചത് വളരെ വലിയ ഒരു അഭിമാനക്ഷതമായിട്ട് കുറേ അമ്മമാർ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് ഗംഭീറാണ്, ഇത് ഇന്ത്യയാണ്, ഇന്ത്യൻ പ്രൈഡാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവനല്ല ഗംഭീർ. കുനിഞ്ഞിരുന്ന പേപ്പറിൽ കംപ്ലൈൻറ്റ് എഴുതി റബ്ബർ സ്റ്റാമ്പ് ആവാൻ നിൽക്കുന്നവനല്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് ഇന്ത്യൻ ആത്മാഭിമാനത്തിനെ ഉയർത്തി നിർത്തുന്നവൻ തന്നെയാണ് ഗംഭീർ. ഇനി റിസൾട്ട് എങ്ങനെയാണെങ്കിൽ പോലും ആൽഫ മെയിൽ ട്രേറ്റ് ഇൻ ഹിസ് ആറ്റിറ്റ്യൂഡ്, അതൊരു മാറ്റമില്ല. ഗംഭീർ ആ കാര്യത്തിൽ രാജാവാണ്.